അപ്പം ഞാൻ പോത്തിറച്ചി ഉണ്ടായിരുന്നു. പോത്തിറച്ചി ഇപ്പം ഒരു മുടിയാഴ്ചയിൽ നിന്ന് കിട്ടിയതാട്ടാ. അപ്പോൾ ഞങ്ങൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വരുന്ന നേരത്തെ റാണി ഇങ്ങനെ ചെറുതാക്കി നമ്മൾ വരട്ടാന്നുള്ള ഇലക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പനിയത്തിൻ്റെ മകന് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് അതിൽ നെയ്യൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം നെയ്യും ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ച്. ഇത് കഷ്ണം വേറെ ഇതുണ്ടോ, ഇതിൻ്റെ വെള്ളം വേറെ, ഉപ്പ് മാത്രം ഇട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നെയ്യ് ഇങ്ങനെ മേലുന്നുണ്ട് മുക്കിയെടുക്കാം. മഞ്ഞളും കൂടി ഇടാത്തതുകൊണ്ട് ഇങ്ങനെ വെളുത്ത കളറിലാട്ടോ കിട്ടണേ. ഇനിയിപ്പോൾ ഇതുകൊണ്ട് കപ്സ വെക്കാൻ വിചാരിച്ചിരിക്കണം. കപ്സ വെക്കുമ്പോൾ നമുക്ക് ഈ എണ്ണൻ്റെ ഇതൊക്കെ പോന്നാൽ ഈ വെള്ളം പിന്നെ വറ്റിച്ചിട്ട് അതിലിങ്ങനെ ദമ്മിടണ നമ്മൾ ഒഴിക്കൂലേ, അങ്ങനെ ഒഴിച്ചു കൊടുക്കും ചെയ്യാം. ഇതിപ്പോൾ അർജൻറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തന്നെ കാട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ നല്ലോണം തണുത്തതിന് ശേഷമാണെങ്കിൽ നല്ല വെള്ള ഡാൾഡൻ്റെ പോലെ തന്നെ ഡാൾഡാക്കി വരുമല്ലോ, അതന്നെ കിട്ടൂട്ടോ. അപ്പം ഇങ്ങനെ ഇത് മാറ്റി കൊടുക്കുക. ഇപ്പോൾ കപ്സിക്കുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. കപ്സ ഒരുപാട് പ്രാവശ്യം വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് അറിയാനുള്ളത്. സാധാരണ നമ്മൾ കപ്സൊക്കെ വെക്കുമ്പോൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കിയിട്ടാണ് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടായതാണ്. ഇപ്പോൾ മോൻ കോളേജിൽ നിന്ന് വരികയാണ്. അപ്പോൾ കോളേജിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് എല്ലിറ്റിനും ആഗ്രഹമില്ലേക്കാരം വന്നുകാണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. പിന്നെ അന്ന് ഇവിടെ നിന്ന് ഓനൊരു ഡോസ് മരുന്ന് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് ഓൻ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ്. പക്ഷേ സാധനമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയ കഷ്ണങ്ങളാണ് ഉള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇതിപ്പോൾ ഞങ്ങൾ 800 ഗ്രാം അരിയാണ് വെക്കുന്നത്. പിന്നെ മാഗി ക്യൂബിൻ്റെ കട്ടിങ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ, ഏലക്കായും കറാമ്പൂവ്. ഇതൊക്കെ പിന്നെ ഒരുപാട് വട്ടം കാണിച്ചതാണ്. അങ്ങനെ ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, പിന്നെ എല്ലാവർക്കും അറിയണതല്ലേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലാനും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇറച്ചി വേവിച്ച ആ കുക്കറിൽ നിന്ന് അതിൻ്റെ വെള്ളം ഇറച്ചിയൊക്കെ വേറെ വേറെ മാറ്റിയതിന് ശേഷം ആ കുക്കറിൽ തന്നെ വെച്ചുകൊണ്ടാണ് ചോറ് തിളപ്പിച്ച് വിട്ടിടുന്നത്. ഒരു 3/4 വേവ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ പാത്രങ്ങൾ കഴുകണ്ടെന്നുള്ള നിലയ്ക്ക് എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ അരിയും വെള്ളം കൂടി ഒപ്പാണ് ഇട്ട് കൊടുക്കുകയാണ്. അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുത്തു വിചാരിച്ച്. പിന്നെ അവർ വരുന്നതെന്ന് അറിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ നെയ് റോസ്റ്റിന് മാവരക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും പിന്നെ അരിയും ഉലുവയും പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പും കൂടി കഴുകിയിട്ട് ജസ്റ്റ് ചുടുവെള്ളവും പച്ചവെള്ളവും കൂടി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു ചൂടിൽ ആണ് റെഡിയാക്കിയത്. അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമ്മളത് കുതിർന്ന് വരും. അത് ചിട്ട് നമ്മുടെ നെയ് റോസ്റ്റിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചുടുവെള്ളം, അധികം ചൂടുവെള്ളം ഒഴിച്ച് കണ്ട് അത് വേവിച്ചെടുക്കരുത്, ജസ്റ്റ് ചുടുവെള്ളം കൊണ്ട് അങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ കപ്സക്കുള്ള റെഡിയാക്കാൻ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റാക്കിക്കാണ്ട് അരിയിട്ട് കൊടുത്തു. സാധാരണ ചെയ്യണ മാതിരി തന്നെ റെഡിയാക്കിക്കാണ്ട് കൊടുക്കുക ചെയ്തത്. പിന്നെ അതിലേക്ക് അതിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്ന സമയത്ത് തന്നെ കപ്സ് ഉണ്ടാക്കാൻ അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളടുത്ത് ചോന്ത കളറില്ലാതായപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മളെ ചിക്കനൊക്കെ പൊരിക്കാനുള്ള കളറില്ലേ, ആ കളറ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കണ്ടാണ് ചോന്ത കളറിന് അതിൽ ചേർത്ത് കൊടുത്തത്. നമ്മൾ ഇറച്ചിയിൽ ഒന്ന് എടുത്ത് വെച്ച ഗ്രേവി മേലെ ഒഴിച്ച് കൊടുത്തു. അതേപോലെ തന്നെ കളറുകളും ഒക്കെ മാറ്റി കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ലൊരു ഇതുണ്ടായി, അതിലേക്ക് നമ്മൾ കണൽ ഇടാൻ മറന്നുപോയി. അപ്പോൾ ലാസ്റ്റ് കണൽ ഒടുവിനാണ് കേട്ടോ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മളെ ചോറിൻ്റെ കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞു. മഞ്ഞ കളറും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ ചുവന്ന കളർ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ കണലിടാൻ മറന്ന് ഓർമ്മയായത്. പിന്നെ നമ്മൾ കണൽ കത്തിച്ച് കണ്ട് ഇട്ട് കൊടുത്ത് 2 കഷ്ണം കണൽ കത്തിച്ചെടുത്തു. പക്ഷേ ഒരു കഷ്ണം നമുക്കത് മിസ്സായി പോവുകയും ചെയ്തു. അപ്പോഴേക്ക് പിന്നെ ഇതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. മാവ് നല്ല റെഡിയായി നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരം വേർത്തിട്ടോ, മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയ് റോസ്റ്റും അതിലേക്കുള്ള കൂട്ടുകളും ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് ഉരുളൻകിഴങ്ങും ഉള്ളിയും കൂടിയുള്ളൊരു കൂട്ടാണ്. പിന്നെ നല്ല പിന്നെ വയറ്റിയെടുത്ത
ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി വഴറ്റിയെടുത്തിട്ടുള്ള ഒരു ചട്ടിനിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പ്ലീസ് ഒന്ന് അറിയിക്കണേ. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.